തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന BMW ലക്ഷറി കാർ കത്തി നശിച്ചു. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് സംഭവം. കാറിൻ്റെ ഓണർ പാലത്തിനടിയിൽ പാർക്ക് ചെയ്തതിനു ശേഷം സമീപത്തുള്ള കലയിലേക്ക് പോകുകയും തുടർന്ന് വാഹനത്തിൽ നിന്ന് പുക വരുന്ന ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് തീ അണയ്ക്കാൻ നോക്കുകയും ചെയ്തു. എന്നാൽ തീ അണയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടി തീ അണയ്ക്കുകയും ചെയ്തു. കാറിൽ മറ്റാരുമില്ലാത്തതിനാൽ ആളപായം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തീ അണച്ചതിനു ശേഷം മിനി ക്രെയിൻ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം നീക്കം ചെയ്തു. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. വണ്ടി നീക്കം ചെയ്ത് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലേക്ക് മാറ്റുകയാണ്. വണ്ടിയുടെ ബാക്ക് ടയർ വേറെ വഴിയില്ലാത്തതാണ്. പോലീസ് സ്റ്റേഷന് ഏകദേശം 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. വണ്ടിയുടെ ടയർ ഒരു വിധത്തിൽ ലോക്ക് ഇളകുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. വണ്ടി പാർക്കിങ്ങിൽ നിന്ന് മാറ്റിയിട്ടും വണ്ടി ഒരു വിധത്തിൽ പാർക്കിങ്ങിന് അളവിയിട്ടില്ല. പിന്നെ വണ്ടി ശേഷം വലിച്ചഴിച്ചുകൊണ്ട് വന്ന് കഴിയുന്ന രീതിയിൽ ഒരു സൈഡിലേക്ക് നീക്കാൻ പാർക്ക് ചെയ്യുകയാണ്. കഴക്കൂട്ടം പാലത്തിനിടയിലാണ് ഈ BMW കത്തി നശിച്ചത്. അപ്പോൾ കത്തുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ദൃക്സാക്ഷിയാണ് നമ്മളോടുള്ള. ബ്രോ, ഇതെങ്ങനെയാണ് കത്തിയെന്ന് പറഞ്ഞത്? ഇത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് മേനങ്ങോട്ട് വരുന്ന വഴിക്ക് മേനങ്ങോട്ട് തിരിയുന്ന സ്ഥലത്താണ് സംഭവിച്ചത്. വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് വന്നപ്പോൾ അതിനകത്ത് ഫുള്ള് ഫോഗായിരുന്നു, പുക പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിമിഷ നേരം കൊണ്ട് തന്നെ ഫുള്ള് തീയായി. പിന്നെ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്തു, അണയ്ക്കാൻ പറ്റിയില്ല. പക്ഷേ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് അണച്ചത്. ഓക്കെ, ആകെ വണ്ടി ടോട്ടൽ ലോസാണ്. ടോട്ടൽ ലോസാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ നമ്മളോട് കാര്യം പറഞ്ഞത്. BMW ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ റെസ്റ്റോറൻറ്റിലോ ഇവിടെ പോകുന്ന സമയത്തായിരുന്നു വണ്ടി കത്തിയതും. ഫുള്ള് കത്തി നശിച്ചു. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എക്സ്റ്റിങ്ക്വിഷൻ വെച്ച് അണയ്ക്കാൻ നോക്കി, എന്നിട്ട് സാധിച്ചില്ല. പിന്നെ തുടർന്ന് ഫയർഫോഴ്സിന് വണ്ടി അണച്ചു. ഇപ്പോൾ സേഫാണ്. ആളപായങ്ങളൊന്നും തന്നെ ഇല്ല. വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് കത്തി നശിച്ചു. എഞ്ചിൻ സൈഡിൽ നിന്നാണ് തീ ഉണ്ടായിരിക്കുന്നത്. വേറെ ആളപായങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടിയുടെ ഫ്രണ്ട് നിശേഷം കത്തി നശിച്ചു. പിന്നെ എയർ ബാഗ് അതിനുശേഷം പൊട്ടിത്തെറിച്ചു. പിന്നെ ടയറുകളെല്ലാം പൊട്ടിത്തെറിച്ചു. അപ്പോൾ നല്ല രീതിക്ക് വണ്ടി ഫുള്ള് ടോട്ടൽ ലോസ് ആവുന്ന രീതിയിൽ കത്തി നശിച്ചിട്ടുണ്ട്. പോലീസും പിന്നെ തുടർന്ന് ഫയർഫോഴ്സും വന്ന് ഫുള്ള് അണച്ചു. വണ്ടിയുടെ അകം മുഴുവനും കത്തി നശിച്ചു. അങ്ങനെ BMW അകം വന്നിട്ട് വണ്ടിയുടെ മുകൾ ഭാഗവും ബാക്കി ഇൻറ്റീരിയൽ വർക്കെല്ലാം കത്തി. ഇൻറ്റീരിയൽ വർക്ക് എന്ന് പറയുന്നത് ഇൻറ്റീരിയൽ വർക്കല്ല, സൈഡിലുള്ള എല്ലാ രീതിയിലും കത്തി. ഗ്ലാസ് എല്ലാം പൊട്ടി. അപ്പോൾ അവിടെ അണയ്ക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ അണയ്ക്കാൻ നോക്കി, എന്നിട്ട് കഴിഞ്ഞില്ല. പിന്നെ ഫയർഫോഴ്സ് വന്നാണ് ഈ വണ്ടിയുടെ ഫുള്ള് അണച്ചത്.